നമസ്കാരം. വീണ്ടും ഒരു കഥയിൽ വന്നിരിക്കുകയാണ്. ഇരട്ട വേഷം. സിനിമയിൽ ഇരട്ട വേഷം പലരും ചെയ്തിട്ടുണ്ട്. രമേശ്വർ, മമ്മൂട്ടി, മോഹൻലാൽ, അവർ തമിഴ്നാട് രജനീകാന്ത്. അങ്ങനെയാണ് രജനീകാന്ത് പറയുകയാണെങ്കിൽ ഇരട്ട വേഷമാണ് മൂപ്പര് പൊളിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് മൂപ്പര് ഇരട്ട വേഷത്തിൽ വെച്ച ഒരു പടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ധർമ്മത്തിൻ തലവൻ 1988 റിലീസ് ചെയ്ത SP മുത്തരാമൻ സംവിധാനം ചെയ്ത പടമാണ്. നിങ്ങളുടെ പലരും കണ്ടിട്ടുണ്ടാവാം. ഇതിൽ രജനീകാന്ത്, പ്രഭു, ഖുഷ്ബു, സുഹാസിനി, നാസർ, ക്യാപ്റ്റൻ രാജു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലാണ് ഖുഷ്ബു ഫസ്റ്റ് തമിഴിൽ ഇറങ്ങുന്ന സിനിമ. ഖുഷ്ബുവിൻ്റെ ഫസ്റ്റ് തമിഴ് പടമാണ് ഇത്. ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇളയരാജ സാറിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് സിനിമ എക്സ്പ്രസിൻ്റെ കിട്ടിയതും ഈ പടത്തിലാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ബാലു, രഘു രണ്ടേട്ടനിയന്മാരാണ്. ബാലുവിന് ഇത്തിരി മറവി രോഗമാണ്. മറവി ചെറുതായിട്ടൊന്നല്ല, വലിയ മറവിയാണ്. എന്നാൽ ആളൊരു പ്രൊഫസറും കൂടിയാണ്. ഇയാളുടെ അനിയനാണ് രഘു. അദ്ദേഹം നമ്മുടെ പ്രഭു ചെയ്ത വേഷം. അത് ഒരു എന്താ പറയുക, നമ്മൾ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. ഇത് പ്രതികരിക്കുന്ന യുവത്വം. ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ ഒരു അലമ്പുണ്ടാവും. അവിടെ രഘുവിൻ്റെ ഏറ്റവും എതിരാളിയാണ് നാസർ അഭിനയിച്ച വേഷം. ഒരു ഫൈറ്റിനിടയ്ക്ക് നാസറിൻ്റെ അബദ്ധത്തിൽ ഈ ഏട്ടൻ മരണപ്പെടുകയാണ്. അതോടെ രഘുവിന് കുറ്റബോധം വരികയും രഘു പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഏട്ടൻ്റെ മരണത്തിന് താനാണ് ഉത്തരവാദി എന്ന കുറ്റബോധം മുപ്പനെ വേട്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏട്ടത്തെ അമ്മയാണ് സുഹാസിനി. സുഹാസിനും പറഞ്ഞു ഇനി മറ്റൊരു വിവാഹം കഴിക്കില്ല. അതോടെ അതും രഘുവിനൊരു ഫീലിംഗ് ആയി. കാരണം സുഹാസിനി ഈ രജനീകാന്തിൻ്റെ മുറപ്പെണ്ണായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ മരണപ്പെട്ടവർ 37 വേറെ കല്യാണമാണ്. അതോടുകൂടി രഘുവാകെ തളർന്നു. സോ അതിൻ്റെ ബേസിൽ മൂപ്പര് വേറെ ജോലി അന്വേഷിച്ച് ഒരു ജോലിയിൽ നിന്ന ഇതൊക്കെ ഫീലിംഗ് മാറുമെന്ന് വെച്ചുകൊണ്ട് പോവുകയാണ് ചെന്നൈയിലേക്ക്. അവിടെ വെച്ച് തൻ്റെ ഏട്ടൻ്റെ അതേ ഡിറ്റോ ആയ അല്ലെങ്കിൽ ഇരട്ട ആയ ശങ്കർ എന്ന ഒരാളെ പരിചയപ്പെടുകയാണ്. ശങ്കർ ഒരു കള്ളനുമാണ്, ഒരു അധോലോകക്കാരനും പറയാണ്. ഈ അധോലോകത്തിന് സ്മഗ്ലിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അവിടെ വെച്ച് തൻ്റെ ഈ ഡിറ്റോ ആയ ഏട്ടനെ കാണുകയും പിന്നെ അവിടെ എന്താ ഉണ്ടാവുക എന്നാണ് കഥ. വളരെ മനോഹരമായ കഥയാണ്. ഇതിലെ തെന്മധുരൈ വൈകി നദി എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണ്. അപ്പോൾ കണ്ടു നോക്കുക, കേട്ട അഭിപ്രായം പറയും. ഓക്കെ, ബൈ.